ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ ഇവളുടെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 6:45 ആകുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവൾക്കിപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടും പിന്നെ ഹസ്ബൻഡ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടും ഇപ്പോൾ പോകുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മുഖമാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റതുപോലെയുണ്ട്, കാരണം ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഇവൾക്ക് ഇതാ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആളിതാ നല്ല ഉറക്കമാണ്. പക്ഷെ മുടിയൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, കാരണം വിടുന്നില്ല ഒന്നിനും. പിന്നെ വിചാരിച്ചു മുടിയൊക്കെ അയച്ചിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ നമ്മൾ വന്നത് നെല്ലിക്കുന്നിലോട്ടാണ്. നെല്ലിക്കുന്ന് ബീച്ചാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏതോ കാട്ടിലേക്ക് പോകുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ മുമ്പിലുള്ള വണ്ടി നമ്മുടെ ക്യാമറാമാൻ്റെതാണ്. അപ്പോൾ അവരുടെ ബാക്കിലേ നമ്മൾ പോകുന്നുള്ളതാണ്. അപ്പോൾ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ആ ഒരു കാരണം നമ്മൾ ഈ വഴിയിലൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അവർ പോകുന്നതനുസരിച്ചിട്ട് നമ്മളും പോകുന്നുള്ളതാണ്. ഇതെന്താ എത്താത്തതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ വണ്ടി നിർത്തുന്നോ നോക്കിയിട്ട് അവസാനം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിന് വേണ്ട സാധനമൊക്കെ അവരുടെ വണ്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇറക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്നതാണ്. നല്ലൊരു അടിപൊളി കാണാൻ നല്ല രസമുണ്ട് രാവിലെ ആയതുകൊണ്ട്. പിന്നെ ഇതാ ഇവളും ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ പോകുന്നുള്ളതാണ്. വെള്ളം എടുത്തു കിയാര, വെള്ളം എടുത്തു. അപ്പോൾ നല്ല രസമുണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ. അപ്പോൾ കിയാരേതാ വെള്ളമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നോക്കുവാണ്. അപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോട്ടോസ് എടുക്കാൻ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി ഇവളെ അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തണം. അപ്പം ഇരുത്തിയതിന് ശേഷമുള്ളതൊക്കെ നിങ്ങൾ കണ്ടോളൂ. ജൂൺ ജൂലൈ മാസത്തിൽ റോജാപ്പൂവിൻ അങ്ങനെ. അപ്പോൾ ഇവൾ എത്ര ചിരിപ്പിക്കാൻ നോക്കിയാലും അവൾ ചിരിക്കുന്നൊന്നുമില്ല. പക്ഷെ വീട്ടിലാണെങ്കിൽ ആ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ആക്കുമ്പോൾ ആൾ ചിരിക്കാറുണ്ട്. ജൂൺ ജൂലൈ മാസത്തിൽ അപ്പോൾ അടുത്തൊരു വ്യൂ സെറ്റ് ചെയ്യുന്നുള്ളതാണ് അവർ. അപ്പോൾ ഇവളാണെങ്കിൽ ഫുള്ളൊരു വേറെ ഏതോ ലോകത്തുള്ളത് പോലെയാണ്. ചിരി തീരെ ഇല്ലാത്തത്. വീട്ടിലാണെങ്കിൽ നല്ല ചിരിയും കളിയാണ് ഇപ്പോൾ. പക്ഷെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ ആൾക്ക് എന്താ പറ്റുന്നതെന്ന് നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല.
കിയാര ഊപ്പി വെക്കുന്നതാ ഇതാ കുക്കുരു 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 കിയാര ഇപ്പൊ കരയും അതാ വെള്ളം ഇട കാക്ക 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 പ്രശ്നമില്ല അവളെ തിരിഞ്ഞോട്ട് വിട്ടോ. അമ്മക്ക് പൂത്ത കിയാര ഒന്ന് ഒന്ന് വിളിച്ചേ കൂടെ ഓക്കെ 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 അങ്ങനെ ദാ കാക്ക വരുന്നതാ അമ്മ പോന്ന് അമ്മ പോന്ന് അമ്മ പോന്ന് കിയാര കയ്യിൽ കൊടുക്കാൻ പറ്റിയൊന്നും ഇല്ലാതെ ഇതാ ഇടാ ഇതാ കിയാര അപ്പം നമ്മൾ ഇവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും വിടുന്നില്ല, കാരണം ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലാണ്. ഇപ്പുറത്തില്ലേ ഒന്ന് ജസ്റ്റ് നിർത്തിക്കാൻ കഴിയുക. വേറെ Kiara, 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 da കാക്ക പോകുന്നത്, ഇതാ പൂച്ച. അതാ കിയാര ചക്കി ബൗ ബൗ. കുക്കി കുക്കി. അമ്മ പോന്ന്. മാസത്തിൽ റോജാപ്പൂവിൻ മാസത്തിൽ ഇതാ കിയാര 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 ഇതാ 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 ഇത് ഇടാക്കി ഇതാ നിങ്ങ ഇങ്ങോട്ട് നോക്കൂ. ഇതാ ഇതാ
കണ്ടല്ലോ, ഇതാ ഇങ്ങനെ സൗണ്ടെങ്കിലും ആക്കുന്നുണ്ട്, നല്ല ചിരിയും കളിയുണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഇവക്ക് എന്താവുന്നതെന്ന് എനിക്കറിയില്ല. നല്ല ആറ്റിറ്റ്യൂഡ് പിക്ക് തന്നെ ആയിരിക്കും ഇന്നത്തേലുള്ളത്. ചിരിച്ചിട്ടേ ഇല്ല. ഈ ഒരാടെ പോകുമ്പോതാ ഈത്ത നോക്കുന്നതാടാ. ഇപ്പം നമ്മൾ ബീച്ച് സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞു, കുറച്ച് അങ്ങോട്ട് പോവാണ്. അപ്പം ഇന്നാണെങ്കിൽ എന്താ, എനിക്ക് വലിയ മൂഡില്ല. കാരണം നല്ല ജലദോഷവും പിന്നെ പനി വരുന്ന പോലെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവളെ ഡ്രസ്സ് ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ഒന്ന് ഫീഡ് ചെയ്യണം, എന്നാലേ കേൾക്കും തോന്നുന്നു. ആൾക്ക് നല്ല വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. അമ്മക്കൊരു ഉമ്മത്താ, നമുക്കൊരു ഉമ്മത്താ. എന്താടാ മയില് കണ്ട? അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൽ 1 എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ മഴ വരുന്ന സാധ്യത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ കോസ്റ്റ്യൂം നമ്മൾ പെട്ടെന്നൊന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതും കൂടി ആയിട്ട് നമ്മൾ അവസാനിപ്പിക്കും. അതിൽ നിർത്തിക്കറക്ക നീലായാലായ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി, കാരണം നല്ല മഴ വന്നു. അപ്പോൾ ആ ഒരു ഡ്രസ്സിൽ കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.